അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എൻ്ററിങ് ഇൻ എ ടു ടെർമിനൽ സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ബൈ പി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഓഫ് ടി ഇൻറ്റു ഐ ഓഫ് ടി. നമ്മൾ പറഞ്ഞു പി എന്താണ്, വി ഇൻറ്റു ഐ ആണ്. അപ്പം ഇൻ ടൈം ഡൊമെയിൻ പി ഓഫ് ടി ഒരു ഇൻസ്റ്റൻറ്റിലുള്ള പവർ അതെന്ന് പറയുന്നത് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി ഓഫ് ടി ഇൻറ്റു ഐ ഓഫ് ടി അല്ലേ. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കി നമ്മൾ പവർ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, എനർജി ഈസ് ഡെലിവേർഡ് ടു ദ സർക്യൂട്ട്. പവർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിൽ നിന്ന് ലോഡിലേക്കായിരിക്കും പവർ ഫ്ലോ ഉണ്ടാവുക. ഇനി പവർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മുടെ ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് പവർ ഫ്ലോ അല്ലെങ്കിൽ റിട്ടേൺ ടു ദ സർക്യൂട്ടിലേക്ക് റിട്ടേൺ ചെയ്യും. അതിനാണ് പവർ നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. ഇനി നമ്മൾ പവർ ഇൻ സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ്, അതായത് പവർ ഇൻ നമ്മൾ ഒരു സിനുസോയിഡൽ സർക്യൂട്ടിൽ പവർ നമ്മൾ പറഞ്ഞു പി ഓഫ് ടി സിക്കൽ ടു വി ഐ നമ്മൾ പറഞ്ഞു. അപ്പം വി എം സിനുസോയിഡൽ വോൾട്ടേജ് നമുക്ക് വി എം കോസ് ഒമേഗ ടി എന്ന് എടുക്കാം. അപ്പം വി എം കോസ് ഒമേഗ ടി. അതുപോലെ കറണ്ട് എന്തായിരിക്കും, ഐ എം കോസ് ഒമേഗ ടി മൈനസ് തീറ്റ. അതായത് വിയും ഐയും തമ്മിലൊരു ഫേസ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഒമേഗ ടി മൈനസ് തീറ്റ എന്നെടുത്തത്. അതായത് ഒരു ആംഗിൾ ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പി ഓഫ് ടിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എം ഐ എം കോസ് ഒമേഗ ടി മൈനസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, വി ഇഫക്റ്റീവ് അല്ലെങ്കിൽ വി ഇഫക്റ്റീവ് എന്ന് എഴുതിയേ ഉള്ളൂ, വി എന്ന് എഴുതിയാൽ മതി. അപ്പം വി ഐ കോസ് തീറ്റ അതുപോലെ വി ഐ കോസ് ടു ഒമേഗ ടി മൈനസ് തീറ്റ എന്ന് കിട്ടി അല്ല. ഈ സെക്കൻഡ് ടേംസ് എന്ന് പറയുന്നത് നമ്മളൊരു എ സിയുടെ ആവറേജ് എടുക്കുന്ന സമയം ഈ ഒരു സെക്കൻഡ് ടേം എന്ത് ചെയ്യും, ക്യാൻസലായിട്ട് പോവും. അതായത് സെക്കൻഡ് ടേം എടുക്കുമ്പോൾ അത് ക്യാൻസലായിട്ട് പോവും. അപ്പോൾ നമുക്ക് എന്താണ് പവർ എന്ന് പറയുന്നത് ആവറേജ് പവറായിട്ട് കിട്ടുന്നത് വി ഇഫക്റ്റീവ് വി ഐ കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പവറിനെയാണ് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, therefore average or real power is equal to P average equal to V effective VI into cos theta. അതിനെയാണ് റിയൽ പവർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു വേവ് ഫോം റെപ്രസെൻറ്റേഷൻ നോക്കുക. ഇതാണ് വോൾട്ടേജ്, ഇതാണ് കറണ്ട്, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ഫേസ് ഷിഫ്റ്റ് തീറ്റയുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് പി ആവറേജ്. അപ്പോൾ പി ആവറേജിൻ്റെ വേവ് ഫോം നോക്കുക. ഈ ഒമേഗ ടി അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് ആക്സിസിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വരിക. അപ്പം കാരണം കറണ്ടും രണ്ടും നെഗറ്റീവ് വരുമ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് അല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലൊരു ഫേസ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ആവറേജ് മുകളിൽ വന്നു അല്ലേ. ഇതാണ് വി ഐ കോസ് തീറ്റ അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പവർ ഫാക്ടർ. എന്താ പവർ ഫാക്ടർ, പി എഫ് this angle cosine of angle between voltage and current is called power factor. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ പവർ ഫാക്ടർ എപ്പോഴും 0.9 ഒക്കെ നിൽക്കാറുണ്ട്. ശരിക്കും ആക്ച്വലി എന്താണ്, ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പവർ സിസ്റ്റത്തിൽ എപ്പോഴും പവർ ഫാക്ടർ 1 ആകുന്നതാണ് നല്ലത്. ബട്ട് ദർ ഷുഡ് ബി ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ലോഡ്സ്. നമ്മുടെ വീട്ടിലെ മോട്ടറൊക്കെ എന്താണ്, ഇൻഡക്റ്റീവ് ലോഡ്സ് ആണ് അല്ലേ, കോയിലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ലോഡ്സ് ഉള്ളതുകൊണ്ട് എപ്പോഴും കുറച്ച് റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇങ്ങനെ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യുമ്പം പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും. 0.8 0.7 ഒക്കെ ആയിട്ട് കുറയും. അപ്പോൾ അത് പവർ സിസ്റ്റത്തിൻ്റെ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമ്മളൊരു പവർ ഡയഗ്രാം വരച്ചില്ലേ, നമ്മളിങ്ങനെ വരച്ചു. എന്താണ്, പി ക്യു എസ്. അപ്പോൾ ഇതാണ് എസ് അല്ലെങ്കിൽ ആക്റ്റീവ് പവർ. ഇനി നമ്മുടെ സർക്യൂട്ടിൽ റിയാക്റ്റീവ് പവർ കൂടുകയാണെങ്കിൽ ഇങ്ങനെ വരും, ഇവിടെ എത്തി അല്ല. റിയാക്റ്റീവ് പവർ കൂടിക്കഴിഞ്ഞാൽ അവിടെ എത്തി. ആക്റ്റീവ് പവർ ഇത് തന്നെയാണ്. അപ്പോൾ റിയാക്റ്റീവ് പവർ കൂടി ഇത്ര എത്തി. അപ്പോൾ അപ്പാരൻ്റ് പവർ എന്തായിരിക്കും, ഇത്രയും വേണം അല്ലേ. അപ്പാരൻ്റ് പവർ ഇത്രയും വേണം. അപ്പോൾ നമ്മൾ ടോട്ടൽ പവർ വി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേണം. നമ്മൾ കൂടുതൽ പവർ കൊടുത്താലും നമുക്ക് ആക്റ്റീവ് പവർ കുറച്ച് മാത്രമേ കിട്ടൂ അല്ലേ. അപ്പം ഒരു ഐഡിയൽ കേസ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ
റിയാക്റ്റീവ് പവർ മിനിമത്തിലാണെങ്കിൽ അപ്പാരൻ്റ് പവറും ആക്റ്റീവ് പവറും ഓൾമോസ്റ്റ് സെയിം തന്നെ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും അപ്പാരൻ്റ് പവർ കൊടുത്താലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടുക ഈ ഒരു പവർ മാത്രമേ ഉള്ളൂ അല്ലേ. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ അപ്പോൾ പവർ ഫാക്ടറിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അപ്പം പവർ ഫാക്ടർ മാക്സിമം ആണെങ്കിൽ ഞാൻ പറഞ്ഞ അപ്പാരൻ്റ് പവറും നമ്മുടെ ആക്റ്റീവ് പവറും തമ്മിലൊരു അടുത്തടുത്തുണ്ടാവും. ആ റിയാക്റ്റീവ് പവർ കുറവ് എന്നുള്ളത് അർത്ഥം. ഇനി എന്താണ് റിയാക്റ്റീവ് പവർ എന്നതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. Q = VI sin phi നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. എന്താണ് ഇൻ പാസീവ് നെറ്റ്വർക്ക് കണ്ടെയ്ൻ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എന്താണ് അല്ലെങ്കിൽ ബോത്ത് പോർഷൻ ഓഫ് എനർജി എൻറ്ററിങ് ഇറ്റ് ഡ്യൂറിങ് വൺ സൈക്കിൾ ഈ സ്റ്റോർഡ് ആൻഡ് ദെൻ റിട്ടേൺ ടു ദി സോഴ്സ്. ഒരു സൈക്കിളിൽ തന്നെ, അതായത് എ സിയുടെ ഒരു സൈക്കിളിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ സോഴ്സിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. അതാണ് പറയുന്നത്. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് എനർജി റിട്ടേൺ ചെയ്യും. ദ പവർ ഈസ് നെഗറ്റീവ്. അപ്പം പവർ നെഗറ്റീവ് ആയിരിക്കും. ദ പവർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് റിയാക്റ്റീവ് ഓർ കോൺട്രാക്ചർ പവർ. അതിനെയാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി VI sin phi എന്നുള്ള ഇക്വേഷൻസൊക്കെ എഴുതി, VR എന്നുള്ള യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കുക, റെസിസ്റ്റീവ് സർക്യൂട്ടിൽ VM/R × cos θ അതായിരിക്കും കറണ്ട് അല്ലേ. VM/R × cos θ ആയിരിക്കും. ഇൻഡക്റ്റീവിലാണെങ്കിൽ V√2 എന്ന് പറയുന്നത് VM മാക്സിമം വാല്യൂവിനെയാണ് RMS × √2 എഴുതിയത്. ദറ്റ് ഈസ് VM/L ω × cos ωt - 90. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യും, അതുകൊണ്ടാണ് -90. ഇനി കപ്പാസിറ്ററിലാണെങ്കിൽ +90 വരും. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻസ് നോക്കാം. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. ഈ കാര്യം ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞ കോംപ്ലക്സ് പവർ അല്ലെങ്കിൽ അപ്പാരൻ്റ് പവർ അല്ലെങ്കിൽ പവർ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ആക്റ്റീവ് പവറിനെയും റിയാക്റ്റീവ് പവറിൻ്റെ 2 കമ്പോണൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ടോട്ടൽ പവറിൽ. അപ്പോൾ അതിനെ S = P + jQ എന്ന് എഴുതും. ആൻഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് എഴുതും. ആൻഡ് ഈസ് കോൾഡ് കോംപ്ലക്സ് പവർ S അല്ലേ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √P² + Q² ആണ്. ദാറ്റ് ഈസ് VI. അതിനാണ് അപ്പാരൻ്റ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോടി. ഇനി ഇത് പവർ ട്രയാങ്കിൾ PQS നമ്മൾ വരച്ചു. R × I², X × I², Z × I² അല്ലേ. അപ്പം ജനറലായിട്ട് കോംപ്ലക്സ് പവർ, റിയൽ പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരൻ്റ് പവർ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ